ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലത്തെ ഹോംവർക്കാണ് കേട്ടോ. സോ 28/5 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്. അതിൽ 28 പറയുന്നത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്, 5 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ തീർച്ചയായിട്ടും ന്യൂമറേറ്റർ കൂടുതലാണ് ഡിനോമിനേറ്ററിനേക്കാളും അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഞാൻ എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് IF എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് വൺ പറയൂ, 3 പേരും പറയൂ. 33/6 എന്തായിരിക്കും? പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ഇംപ്രോപ്പർ ആണ് കേട്ടോ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താ വെച്ചാൽ ന്യൂമറേറ്റർ വലുതാണ് ഡിനോമിനേറ്ററിനേക്കാളും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി തേർഡ് വൺ 5/7 എന്തായിരിക്കും? പ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്, പ്രോപ്പർ ഫ്രാക്ഷൻ. നാലാമത്തത് 8/9. മൂന്നാമത്തത് പ്രോപ്പർ ഫ്രാക്ഷൻ ആവാൻ കാരണം ന്യൂമറേറ്റർ ചെറുതാണ് ഡിനോമിനേറ്ററിനേക്കാളും, അത് കാരണമാണ് കേട്ടോ. ഇനി നാലാമത്തത് എന്തായിരിക്കും? 8/9 പ്രോപ്പർ ഫ്രാക്ഷൻ. സൂപ്പർ. അഞ്ചാമത്തത് 10/50. ഇതോ? പ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, കറക്റ്റ്. സിക്സ്ത് വൺ 12/60. ഇതോ? പ്രോപ്പർ ഫ്രാക്ഷൻ. ഗുഡ്. ഇനി അടുത്തത് സെവൻത് വൺ 3/9. കിഷാൻ പറയൂ, 3/9 എന്തായിരുന്നു? 3/9 ഏതാ കിഷാൻ? പ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്, പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി എട്ടാമത്തെ ചോദ്യം ദിയ പറയൂ, 15/17 പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? പ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്, പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി അവന്തിക പറയൂ, 9th ക്വസ്റ്റ്യൻ. അവന്തിക? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി 10th ക്വസ്റ്റ്യൻ കിഷാൻ, 33/7. കിഷാൻ പറയൂടാ, 33/7 ഇംപ്രോപ്പർ ആണോ പ്രോപ്പർ ആണോ? പ്രോപ്പർ ഫ്രാക്ഷൻ. നന്നായി നോക്കി പറയ്. 33/7 ഡിനോമിനേറ്റർ ആണോ വലുത് ന്യൂമറേറ്റർ ആണോ വലുത്? ഇതില് ന്യൂമറേറ്റർ വലുതാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇംപ്രോപ്പർ. യെസ്, കറക്റ്റ്. അപ്പോൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇനി 11th ക്വസ്റ്റ്യൻ 36/5. അവന്തിക? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്. ഇനി അടുത്തത് 12th ക്വസ്റ്റ്യൻ 45/9. ദിയ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്. കിഷാൻ പറയൂ, 50/10. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്. 14th ക്വസ്റ്റ്യൻ 9/7. അവന്തിക? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്. ഇനി അടുത്തത് 15th വൺ 3/7. ദിയ? ദിയ പറയൂ, 3/7 പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ദിയ? പ്രോപ്പർ ഫ്രാക്ഷൻ. യെസ്, കറക്റ്റ്. ഇനി നമ്മൾ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നെക്സ്റ്റ് ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ, തന്നിരിക്കുന്ന ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? മേലെ ഇരിക്കുന്ന ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് മീനിങ്. ശരിക്കും ഫ്രാക്ഷനിൽ പറയുകയാണെങ്കിൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് മീനിങ്. സോ 45 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിവിഡൻ്റ് ആയിട്ട്. 2 വന്ന് ഡിവൈസർ ആണ്. ഡിവൈസർ, ഡിവിഡൻഡ്. ആ പറയടാ. എനിക്കിത് മനസ്സിലായില്ല. ഈ ഡിവിഡൻഡും ഡിവൈസറും ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം, നന്നായി ശ്രദ്ധിച്ചോളൂ. നമ്മൾ സ്കൂളിൽ ഡിവിഷൻ ചെയ്യാറില്ലേ? അറിയാവോ? ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയാവോ?
സംശയമുണ്ട് അല്ലേ ഡിവൈഡ് ഒക്കെ ചെയ്യാനായിട്ട്? ആ യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 45 ആദ്യം എഴുതുക, മേലെ ന്യൂമറേറ്ററിലുള്ളതിനെ ആദ്യം എഴുതുക, പിന്നെ ഇങ്ങനെ എഴുതുക 2. ഇതാണ് ഇതിൻ്റെ പേര് ഡിവൈസർ, ഇതിൻ്റെ പേര് ഡിവിഡൻഡ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു സംഖ്യ എടുക്കുക. ഫസ്റ്റത്തെ ലെഫ്റ്റ് എൻഡ് സൈഡിൽ നിന്ന് വേണം നമ്മൾ പോകാൻ. ഇതാണ് ഇടതുവശം അല്ലേ, ഈ 4 എന്ന് പറയുന്നതാണ് ഇടതുവശം. സോ ഈ 4 എടുക്കുക. 4 എടുത്ത് നോക്കുമ്പോൾ ഈ 4-ൽ ഈ 2 എത്ര തവണ ഉണ്ട് എന്നുള്ളത് നോക്കണം. അതിന് തീർച്ചയായിട്ടും നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ടേബിൾ അറിഞ്ഞിരിക്കണം. സോ 1 2s are 2, 2 2s are 4, 3 2s are, പറയൂ, 3 2s are 6. ഓക്കെ, 4 2s are 8. 5 2s are 10. 10. ഇതുവരെ മതി. ഇപ്പോൾ നോക്കുമ്പോൾ ഈ 4-ൽ എത്ര 2 ഉണ്ട് അറിയണമെങ്കിൽ 4-ൻ്റെ അടുത്തേക്ക് പോവുക. അല്ലെങ്കിൽ 4-ൻ്റെ ഇപ്പോൾ ഇവിടെ 5 ആണ് തന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ നോക്കാൻ. അതിൽ ഏതാണോ ചെറുത് അത് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് 4 ആണ്. 4 കറക്റ്റായിട്ട് മൾട്ടിപ്പിൾ ആണ്, 2-ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 2-നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 4 വരുന്നത്. ഓക്കെ, സോ ഇവിടെ 2 എഴുതി കൊടുക്കുക. 4-ൽ 2 തവണയുണ്ട്. എങ്ങനെയാണ്? 4-ൽ 2 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. സോ 2 2s are 4 എഴുതുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എപ്പോഴും മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 4-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 0 ഇനി അടുത്തത് ഈ 5-നെ ഇറക്കി ഇടണം. ഓക്കെ, ഈ 5 എന്ന് പറഞ്ഞ സംഖ്യ ഏതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്? 4-ൻ്റെയും 6-ൻ്റെയും ഇടയ്ക്കാണ് വരുന്നത് അല്ലേ ദിയ? അല്ലേ? ആ, 4-ൻ്റെയും 6-ൻ്റെയും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാ ചെറുത്? 4 ആണ് ചെറുത്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ എഴുതുക. 4-ന് 2 എത്രയുണ്ടോ അതാണ് ഇവിടെ മേലെ എഴുതേണ്ടത്. എഗൈൻ ഞാൻ എന്ത് ചെയ്യുന്നു? 2 2s are 4 അത് എഴുതി കൊടുക്കുന്നു. ജസ്റ്റ് മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാലൻസ് എത്ര വരുന്നു? 1 ആണ് വരുന്നത്. ഇതിനെ മലയാളത്തിന് നമ്മൾ സിസ്റ്റം എന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ റിമൈൻഡർ എന്ന് പറയും. ഓക്കെ, സോ നമ്മളിത് എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്ത്? ഇത് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനെയാണ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് മാറ്റി എഴുതാനായിട്ട് സാധിക്കുക. പ്രോപ്പർ ഫ്രാക്ഷനെ ഒരിക്കലും നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് മാറ്റി എഴുതാൻ സാധിക്കില്ല. ക്ലിയർ? സോ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതാണ് കോഷ്യൻ്റ്. ഇത് ശരിക്കും എഴുതാം ഇവിടെ കേട്ടോ. ഓക്കെ, സോ ഇവിടെ 22 കിട്ടിയിട്ടില്ലേ? ഇതിൻ്റെ പേരാണ് കോഷ്യൻ്റ്. ഈ കോഷ്യൻ്റ് എന്ന് പറയണത് നമ്മൾ ആദ്യം എഴുതി കൊടുക്കണം. ഇവിടെ എന്താണോ കോഷ്യൻ്റ് വരുന്നത് അത് ആദ്യം എഴുതി കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ഡിവൈസർ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്തത് അത് താഴെ എഴുതി കൊടുക്കണം. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്തുണ്ടെന്ന് നോക്കുക, അത് തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ? ഇനി ബാലൻസ് നമുക്ക് റിമൈൻഡർ എത്രയാണോ വന്നത് അതാണ് നമ്മൾ മേലെ എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ കോഷ്യൻ്റ് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് താഴെയുള്ള ഡിവൈസറിനെയാണ്. ഓക്കെ, ഇവിടെ വരുന്ന ഡിവൈസറാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് മേലെ എന്ത് എഴുതി കൊടുക്കണം എന്ന് നോക്കുമ്പോൾ ഇവിടെ വരുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ മേലെ എഴുതി കൊടുക്കേണ്ടത്. ഇതിനെ സിസ്റ്റം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഈ രൂപത്തിൽ വേണം എഴുതാൻ. ഇപ്പം മനസ്സിലായോ അതിലേക്ക്? ക്ലിയർ ആണോ? കിഷാൻ ഓക്കെ ആണോ? അവന്തിക ഓക്കെ ആണോ? കിഷാൻ ഇത് ചെയ്യാതെയാണ് ഇന്നലെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? അപ്പം നോട്ട് എടുത്തിട്ട് ആ ഹോംവർക്ക് ചെയ്ത പേപ്പറിൽ ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ചോളൂ. ഇന്ന് വീണ്ടും ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ തരും, അതും കൂടി നിങ്ങൾ ചെയ്ത് അയക്കേണ്ടതാണ്. ഇത് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി തിരിച്ച് നമ്മൾ വീണ്ടും കൺവേർഷൻ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി നമ്മൾ ചെയ്യണം. ആദ്യം ഇത് പഠിച്ചാലാണ് അത് ഒന്നും കൂടി എളുപ്പമാവുള്ളൂ. ഓക്കെ, സോ ഇത് എഴുതിയെടുക്കൂ. എഴുതിയ ആൾക്കാർ എഴുതണ്ട. കിഷാൻ എഴുതിയിട്ടില്ല, പിന്നെ ദിയയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. അവന്തിക ചെയ്തിട്ടുണ്ടായിരുന്നു.
എഴുതിയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു? 36/5. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യൂ. ചെയ്തോ? കഴിഞ്ഞോ? ഇന്നലെ ഹോംവർക്ക് ചെയ്തവരും ഒന്നുകൂടി ട്രൈ ചെയ്തോളൂ കേട്ടോ. അത് കാരണം ദോഷമൊന്നുമില്ല, എളുപ്പമല്ലേ ഇത്? സോ ഇതിന് എന്താ അറിഞ്ഞിരിക്കണം? 5ൻ്റെ ടേബിൾ അറിഞ്ഞിരിക്കണം. സോ 1 5s are 5, 2 5s are 10, 3 5s are 15. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? 4 5s are 20, 5 5s are 25. മാക്സിമം നമുക്ക് ഇതിങ്ങനെ എഴുതിയെടുക്കാൻ സമയം ഒത്തിരി പിടിക്കും. അതിനാണ് ഞാൻ പറയുന്നത് പഠിച്ചു വെക്കണം എന്നുള്ളത്. ഇപ്പം നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ എത്രയുണ്ടോ അതുവരെ എഴുതിയാലും മതിയാവും കേട്ടോ. സോ 6 5s are 30, 7 5s are 35. ഓക്കെ, സോ നെക്സ്റ്റ് 8 5s are 40 ആവുന്നുണ്ട്. അപ്പം ഇതുവരെ എഴുതിയാൽ മതിയാവും നിങ്ങൾക്ക്. സോ നോക്കൂ എന്താ ചെയ്യേണ്ടതെന്ന്. 36 ഡിവിഡൻ്റ് ആണ്, 5 ഡിവൈസർ ആണ് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് എഴുതുന്നു. 3ൽ 5 ഉണ്ടോ? 3ൽ 5 ഉണ്ടാ? പറയൂ ദിയ. 3ൽ ഫസ്റ്റ് നമ്പർ നമ്മൾ 3 ആണ് എടുക്കേണ്ടത്. 3ൽ 5 ഉണ്ടോ? നോക്കൂ, 3 ലൈൻസ് ഞാൻ വരയ്ക്കുന്നു. ഇതിൽ 5 ലൈൻസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല. അപ്പം നമ്മൾ അടുത്ത നമ്പറും കൂടി കൂട്ടിയെടുക്കണം. 36ൽ 5 ഉണ്ടോ? ഉണ്ട്. എത്ര തവണയുണ്ട്? ഇതാ നോക്കൂ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33
34, 35, 36 ലൈൻസ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് വരച്ച് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ എത്ര 5 ഉണ്ട് എന്നറിയണമെങ്കിൽ ജസ്റ്റ് 5 ലൈൻസ് കട്ടാക്കി കൊടുക്കുക. ഇതാണ് ഇവിടെ ശരിക്കും. ഇവിടെ 4ഉം ഇവിടെ 1ഉം അടിപെട്ടു കേട്ടോ. ഇവിടെ 5, ഇവിടെ 5. അപ്പോൾ എത്ര ടൈംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ലൈൻസ് ഉണ്ട് അല്ലേ? മീൻസ് 6 5s ഉണ്ട് അല്ലേ? 6 5 ഉണ്ട് അല്ലേ? 6 5 ഉണ്ടാ? 7 5 ഉണ്ടാ? 7 5 ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7 5 ഉണ്ട്. സോ 7 5s are എത്രയാണ് നമ്മൾ പഠിച്ചത്? 7 5s are 35. അത് എഴുതി കൊടുക്കുക. എന്നിട്ട് മൈനസ് ചെയ്യാം. 36 35 പോയാൽ എത്രയാണ്? 1 ആണ്. ഇനി നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് പോവാം. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിൽ ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? കോഷ്യൻ്റ്. എത്രയാണ്? 7. ഇനി അടുത്തത് ഡിവൈസർ ആണ് എഴുതേണ്ടത്. ഇവിടെ എന്താണോ ഡിവൈസർ അത് തന്നെ ഇവിടെയും വരും, 5. ഇനി അടുത്തത് റിമൈൻഡർ മേലെ എഴുതി കൊടുക്കുക. സോ 7 1/5 ആണ് മിക്സഡ് ഫ്രാക്ഷനായിട്ട് കിട്ടുന്നത് 36/5. ക്ലിയർ ആണോ ദിയ, അവന്തിക, കിഷാൻ? മനസ്സിലായോ? ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷനും ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തത് എന്തായിരുന്നു ഞാൻ തന്നിരുന്നത്? ഒരു മിനിറ്റ്. ഇപ്പം സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 40/3. അപ്പം ഇതിന് ഏതിൻ്റെ ടേബിളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? ഏതിൻ്റെ ടേബിളാണ്? 3ൻ്റെ ടേബിളാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ 1 3s are 3. കിഷാൻ പറയൂ. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 50. 6 3s are 80. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. 30. 11 3s are 33. 12 3s are ഇന്ന് 3ൻ്റെ ടേബിൾ പഠിച്ചിരിക്കണം കേട്ടോ 3 പേരും. 13 3s are 39. 14 3s are എത്രയാ? 42. യെസ്, കറക്റ്റ്. 42 വരെ മതിയിട്ടാ നമുക്ക്. 40ൻ്റെ മേലെ 40ൻ്റെ ഉള്ളിൽ അങ്ങനെ 2 ഇതുവരെ മതി നമുക്ക്. ഓക്കെ. ഇനി വേറൊരു കാര്യം. ഇപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ മിസ്സേ? ഇതിപ്പോൾ ഡിവിഷൻ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പറ്റും. അതിന് നമുക്ക് ടേബിൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 റീച്ച് ആവുന്ന സ്ഥലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ 13 × 3 എത്രയാ? 39 അല്ലേ? 13 3s are എത്രയാണ്? 39 ആണ്. 14 3s are 42. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ 40 ഫോളോ ആവുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 13. ഓക്കെ. താഴെ നമ്മൾ എന്ത് ചെയ്യണം? 3 എഴുതി കൊടുക്കണം. 13 × 3 എത്രയാണ് നമുക്ക് കിട്ടിയത്? 39. 40 നിന്ന് 39നെ മൈനസ് ചെയ്യുക. എത്ര വരും? 1. അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെടുത്ത് 19/3 എത്ര എന്ന് അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം 19 എവിടെയാണ് വരിക? 6 3 എത്ര? 6 3 18, 7 3 21. 18ൻ്റെയും 21ൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് 19 വരിക.
അപ്പോൾ നമ്മളിതിൽ ഏതാ ചെറുത് അതാണ് എടുക്കേണ്ടത്. അപ്പോൾ 6, ആ 6നെ കോഷ്യൻ്റ് ആക്കി എഴുതുക. പിന്നെ 3, അത് ഡിവൈസർ 3 തന്നെ എഴുതണം. അപ്പോൾ 6 3 എത്രയായി? നമുക്ക് 6 × 3 എത്രയായി? 18ആയി. ഈ 19 18നെ കുറയ്ക്കുക. എത്ര വന്നു? 1. അതിനെ ഇവിടെ എഴുതി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഡിവിഷൻ ചെയ്താലേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ എങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ 40/3 എന്നല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ 40/3. ആദ്യം നമ്മൾ 4നെ എടുക്കുക. 4ന് 3 ഉണ്ടാ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടോ ദിയ? 4ന് 3 ഉണ്ടാ? ഉണ്ട്. 4 ലൈൻ വരയ്ക്കുക. ഇതിൽ 3 എത്ര തവണ ഉണ്ട്? ഒരു തവണ ഉണ്ട്. സോ 1 എഴുതുക. 1 3s are 3. മൈനസ് ചെയ്യുക. എത്ര വന്നു? 1. 1ൽ 3 ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ 0നെ ഇറക്കണം. അപ്പോൾ 10ആയി. 10 3 എത്ര തവണയുണ്ട്? 10 എവിടെ വരും? 9ൻ്റെയും 12ൻ്റെയും ഇടയ്ക്ക് വരും. ഇതിൽ ഏതാ ചെറുത്? 9ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഭാഗം നോക്കുക. 3 3s are 9. എത്രയാണ്? 3 3s are 9. വീണ്ടും മൈനസ് ചെയ്യുക. അപ്പോൾ 1 വന്നു. ഇതോടുകൂടി നമ്മൾ നിർത്തുക. ഈ ഇവിടെ കിട്ടുന്ന നമ്പർ റിമൈൻഡർ എവിടെ വെച്ച് നിർത്തണം എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തന്നിരിക്കുന്ന ഡിവൈസറിനേക്കാളും ഈ നമ്പർ കുറവാവണം. പിന്നെ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ കംപ്ലീറ്റും ആവണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കെ വീണ്ടും ഞാൻ പറയാണ്, 13ആണ് കോഷ്യൻ്റ്, അത് എഴുതി. പിന്നെ ഡിവൈസർ എത്രയാണ്? 3. റിമൈൻഡർ എത്രയാണ്? 1. സോ 13 1/3 ആണ് നമ്മളുടെ ആൻസർ. മനസ്സിലായോ 3 പേർക്കും? നെക്സ്റ്റ് നമ്പർ പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ? എഴുതിയെടുത്തോ? നെക്സ്റ്റ് പോട്ടെ. കിഷാൻ എഴുതിയെടുത്തോ? 4ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 7/6. 7/6 അല്ലേ? ഓക്കെ, ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പറയാം. 7ൻ്റെ ഉള്ളിൽ എത്ര 6 ഉണ്ട്? ഒരു തവണ തന്നെ ഉള്ളൂ, അത് 1 എഴുതുക. പിന്നെ 6, ഈ പറയുന്ന 6 ആണ് ഇവിടെയും വരുള്ളൂ. ഇനി 1 × 6, രണ്ടും എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യൂ. 1 6 are 6. മേലെ എത്ര ഉണ്ട്? ഇവിടെ 7 ഉണ്ട്. അപ്പോൾ 7ന്ന് 6നെ മൈനസ് ചെയ്യുക. എത്ര വന്നു? 1. സോ 1 1/6 ആണ് ആൻസർ. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 6 7ൽ 6 ഒരു തവണ ഉണ്ട്. 1 6 are 6. മൈനസ് ചെയ്തു, 1 വന്നു. സോ റിമൈൻഡർ ആണ് ഇവിടെ എഴുതിയത്. ഇനി കോഷ്യൻ്റ് ഇവിടെയും എഴുതി, ഡിവൈസറിനെ ഇവിടെയും എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ കിഷാൻ. 18/5. 18/5 ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 5ൻ്റെ ടേബിൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ വീണ്ടും എഴുതുന്നില്ല. 3 5s are 15ൻ്റെയും അല്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 5s are എത്ര വരും? 20 വരും. സോ 15ൻ്റെയും 20ൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് 18 വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് നമ്പർ എടുക്കേണ്ടത്? ഇതിനെയാണ് എടുക്കേണ്ടത്. ഇത് എത്രാമത്തെ മൾട്ടിപ്പിളാണ്? 5ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിളാണ്? 3ാമത്തെ മൾട്ടിപ്പിളാണ് ഈ 15 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 3 5 അല്ലേ? ഇവിടെ ഡിവൈസർ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. സോ ഡിവൈസർ എഴുതി. 3 5s are എനിക്ക് എത്ര കിട്ടി? 15 കിട്ടി. ആ 15നെ 18ന്ന് മൈനസ് ചെയ്യുക. എത്ര വരും ബാലൻസ്? 3 വരും. 18ന്ന് 15 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരാം. 18, ഇവിടെ 5 എഴുതി. ഈ 1 എന്ന് പറഞ്ഞ നമ്പറിൽ 5 ഉണ്ടാ? ഇല്ല. അടുത്ത നമ്പറും കൂടി കൂട്ടിയെടുക്കുക. 18ൽ 5 എത്ര തവണയുണ്ട്? ഇതിലേതാ ചെറുത്? ഇതാണ് ചെറുത്. എത്ര തവണയുണ്ട്? 3 തവണയുണ്ട്. 3. ഓക്കെ, സോ 3 5s are എത്രയാണ്? 15. ബാലൻസ് 3. ഓക്കെ, അപ്പോൾ റിമൈൻഡർ ആദ്യം കോഷ്യൻ്റ് ആണ് എഴുതുന്നത്. കോഷ്യൻ്റ് എത്രയാണ്? 3. റിമൈൻഡർ എത്രയാണ്? 3. ഈ പറഞ്ഞ ഡിവൈസർ എത്രയാണ്? 5. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് കിഷാനും, പിന്നെ കിഷാൻ മാത്രമേ ചെയ്യാത്തതുള്ളൂ തോന്നുന്നു. ബാക്കി 2 പേരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിഷാൻ എനിക്ക് ചെയ്തൊന്ന് അയക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ഈ പറഞ്ഞ സ്ക്രീൻ കാണുന്നില്ലേ? ഇത്രയും നേരം കണ്ടിട്ടില്ലേ?
ആ ആ, മാം കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ദിയ ഇല്ല. കാണുന്നുണ്ടോ സ്ക്രീന്? ഇല്ല. നോ. അപ്പം എന്താ നിങ്ങൾ പറയാതെ ഇത് ഷെയർ ആയിട്ടുണ്ടല്ലോ. കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അവന്തിക സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പോൾ കിഷാൻ ഒന്നുകൂടി നോക്കൂ. അല്ലെങ്കിൽ ഒന്നുകൂടി എക്സിറ്റ് ആയിട്ട് വീണ്ടും ഓൺ ചെയ്യൂ, വീണ്ടും ജോയിൻ ചെയ്യൂ. ഇപ്പം കാണുന്നുണ്ടോ? ആ ആ, ഓക്കെ ഓക്കെ. അതെന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. 10 ക്വസ്റ്റ്യനെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ശരി, ബാക്കിയുള്ളതും കൂടി ഞാൻ തന്നെ ചെയ്യാം. ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾ ചെയ്തത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ മെത്തേഡിലാണോ ചെയ്തത് എന്നും കൂടി നോക്കിക്കോളൂ. അപ്പോൾ 72/7 തീർച്ചയായിട്ടും 7ൻ്റെ ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ 7ൻ്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ദിയയ്ക്ക് അറിയാവോ? 7ൻ്റെ ടേബിൾ അറിയാവോ? 7 അറിയില്ല. അറിയില്ല. ഓക്കെ. അവന്തികയ്ക്ക് അറിയാവോ 7ൻ്റെ ടേബിള്? അവന്തിക 7ൻ്റെ ടേബിൾ അറിയാവോ? ഇല്ല. ഇല്ല. കിഷാൻ അറിയാവോ? ആ അറിയാം. ശരി, കിഷാൻ പറയൂ. 4 7 ഒരു 7 ആ 7 14 3 7 21 4 7 28 5 7 35 6 7 42 7 49 ഉം, 8 7 56 57 63 ഉം. 10 7 70. ആ 70. പക്ഷെ നമുക്ക് എത്ര വേണം? 72 അപ്പോൾ അടുത്തതും കൂടി പറയണം. 11 7 77. 77. ഓക്കെ, അതുവരെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. സെവൻറ്റി 11 sevens are 77. ഓക്കെ. സോ 70ൻ്റെയും 77ൻ്റെയും ഇടയ്ക്കാണ് ഈ 72 വരുന്നത്. അതൊന്ന് മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? 7 അതാദ്യം നോക്കുമ്പോൾ ഒരു തവണയേ ഉള്ളൂ അല്ലേ? ഈ 7 എത്ര തവണയുണ്ട്? ഒരു മിനിറ്റ്. 7 എത്ര തവണയുണ്ട്? ഒരു തവണ. 7 7. ഓക്കെ. മൈനസ് ചെയ്യുക. 0 വന്നു. ഇനി 2നെ ഇറക്കണം. 2ൽ 7 ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ. 2നെ ഇറക്കുമ്പോൾ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് 72ൻ്റെ കാര്യം നോക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. സോ 0. അപ്പോൾ 10 17 എത്രയാണ്? 70 കിട്ടി. ഒരു സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. 17 70. ഓക്കെ. ബാലൻസ് 2. അപ്പോൾ എത്രയാണ്? 2 റിമൈൻഡർ വരുന്നത്. സോ കോഷ്യൻ്റ് 10, ഡിവൈസർ 7, ബാലൻസ് വരുന്ന 2 മേലെ എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് തന്നെ ചെയ്യണമെങ്കിൽ ഇത് ഓർമ്മയിൽ വേണം. 70ൻ്റെയും 77ൻ്റെയും ഇടയ്ക്കാണ് 72 വരുന്നത്. ഇതിൽ ഏതാ ചെറുത്? 70 ചെറുത്. അപ്പോൾ എത്ര തവണയാണ് വരേണ്ടത്? 10 തവണ വരണം. അപ്പോൾ ആ 10 കോഷ്യൻ്റ്. ബാലൻസ് അപ്പോൾ താഴെ നമ്മൾ 7 എഴുതി കൊടുക്കുമല്ലോ. അപ്പം ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യാം. 10 sevens are എത്രയാണ്? 70 വരുന്നത്. 72ന്ന് 70 പോയി കഴിഞ്ഞാൽ ബാലൻസ് 2. അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ എഴുതും. ഓക്കെ. നിങ്ങൾക്ക് നോട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. 80 ഇവിടെ 3s are. ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക്. 10th ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 30/4 ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. നോട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് ടേബിൾ പറഞ്ഞ് നോക്കുക. 4ൻ്റെ ടേബിൾ അറിയാലോ അല്ലേ 3 പേർക്കും? അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. 1 4 4 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16. അങ്ങനെ പറഞ്ഞു നോക്കുക. അങ്ങനെ പറഞ്ഞു നോക്കി ഏത് കോഷ്യൻ്റ് എത്തുമ്പോഴാണ് ഇത് ഇൻ ബിറ്റ്വീനിൽ വരുന്നത് എന്നുള്ളത് പറയുക. അവന്തികയ്ക്ക് 4ൻ്റെ ടേബിൾ അറിയാവോ?
അറിയാം. അറിയാം, പറയൂ. 1 4s are 4 2 4s are 2 8 8 3 4s are 12 12 4 4s are 20 16 5 4s are ടേബിൾ പഠിക്കണം കേട്ടോ. 20 ടേബിൾ പഠിക്കാതെ നമുക്ക് നവോദയ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ മാത്സ് നല്ലോണം ചെയ്യണം, സ്പീഡായി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ടേബിൾ അറിഞ്ഞിരിക്കണം, 20 വരെ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ 5 4s are 20 20 6 4s are 24 24 7 4s are 28 8 4s are 32 ഓക്കെ. 32 വരെ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. എന്താ വെച്ചാൽ ഈ 30 ഈ 28ൻ്റെയും 32ൻ്റെയും ഇടയ്ക്കാണ് ഫോളോ ആവുന്നത്. സോ അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അവന്തിക പറയൂ, 28 ഞാൻ എടുക്കണം, 32 ഞാൻ എടുക്കണോ? ഏതാ ഇതിൽ ചെറുത്, ഏതാ ഞാൻ എടുക്കേണ്ടത്? 28 എടുക്കുമ്പോൾ ഏതാണ് ഞാൻ കോഷ്യൻ്റ് ആയിട്ട് എഴുതേണ്ടത്? ഈ 4-നെയാണോ 7-നെയാണോ? 7-ന്. സോ 7-നെ കോഷ്യൻ്റ് ആയിട്ട് എഴുതി, താഴെ 4 അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. ഈ ഡിവൈസർ അവിടെ തന്നെ, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇവിടെ എഴുതി കൊടുക്കണം. സോ ഇനി നോക്കുക, 7 × 4 28 നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 30-ന്ന് 28 പോയി കഴിഞ്ഞാൽ എത്രയാ വരിക അവന്തിക? 30 - 28 എത്ര വരും? 30 - 28 പറഞ്ഞു നോക്കൂ. 28 കഴിഞ്ഞാൽ 29 30 ഇങ്ങനെ കൗണ്ട് ചെയ്യില്ലേ നിങ്ങൾ? കൈ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. സോ 28 കഴിഞ്ഞു അല്ലേ? ഇനി 29 30. അപ്പൊ 2 ഫിംഗറിലെ വരുന്നത്. ജസ്റ്റ് 30-ന്ന് 28 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ വരിക? 2 അല്ലേ വരിക? 2. ആ 2-നെ ഇവിടെ എഴുതി കൊടുക്കുക. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ 7-ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യാം നമ്മൾ കേട്ടോ. 7-ാമത്തെ ക്വസ്റ്റ്യനിൽ 3-ൻ്റെ ടേബിള് നമുക്ക് 20 വരെ അറിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മറ്റു മെത്തേഡിൽ തന്നെ ചെയ്യാം. 80 3 എഴുതുക. 8-ൽ 3 എത്ര തവണ ഉണ്ട്? 2 തവണ ഉണ്ട്. 6 എഴുതി കൊടുത്തു. -2 വന്നു ഇവിടെ. 20 ആണ്. ഈ 0-നെ ഇറക്കി കൊടുത്തു. 20-ൽ 3 എത്ര തവണ ഉണ്ട്? 6 ടൈംസ് ഉണ്ട്. 6 3s are 18. മൈനസ് ചെയ്താൽ 2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോഷ്യൻ്റ് എഴുതി, പിന്നെ താഴെ ഡിവൈസർ എഴുതി. 26 × 3 എത്ര വരും? 78 ആണ് വരിക. അപ്പോൾ 80-ന്ന് 80-ന്ന് 78 പോയി കഴിഞ്ഞാൽ ബാലൻസ് 2. അല്ലെങ്കിൽ ഇതാ ഈ റിമൈൻഡർ. ക്ലിയർ ആണോ? മനസ്സിലായോ? ദിയക്ക് മനസ്സിലായോ? മനസ്സിലായോടാ? എന്താടാ കേട്ടില്ല? ഇനി 43/5 ഇതിൽ ഏതിൻ്റെ ടേബിളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? 5-ൻ്റെ ടേബിളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. സോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ട് എവിടെ ഏത് മൾട്ടിപ്പിൾ വരുമ്പോഴാണ് 43 ആ റേഞ്ചിൽ വരിക എന്നുള്ളത് പറയൂ. മനസ്സിൽ പറഞ്ഞു നോക്കൂ. ഏത് റേഞ്ച്? ഇപ്പം ഞാൻ റേഞ്ച് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം 30 ഇവിടെ ഉണ്ടല്ലേ, ഇത് നോക്കൂ. 7 × 4 28, 8 × 4 32. ഈ റേഞ്ചിലാണ്, ഇതിൻ്റെ ഇടയ്ക്കാണ് 30 വരുന്നുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ഏത് റേഞ്ചാണ് എഴുതേണ്ടത് പറയൂ? ഈ 43/5-ന് ഏതാ എഴുതേണ്ടത്? 35 കഴിഞ്ഞാൽ അടുത്ത നമ്പർ കൂടി വരില്ലേ? 45. യെസ്, സൂപ്പർ. 40 45. 40 എഴുതണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 8 5s are 40, 9 5s are 45 അല്ലേ? ഈ റേഞ്ചിൽ എഴുതേണ്ടത് അല്ലേ കിഷാൻ? 40-ൻ്റെയും 45-ൻ്റെയും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാ നമ്മൾ എടുക്കേണ്ടത്? ഇതിൽ ഏതാണോ ചെറുത് അതാണ് എടുക്കേണ്ടത്. സോ 40 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 8 കോഷ്യൻ്റ് ആയിട്ട് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. താഴെ നമ്മൾ 5 എഴുതി കൊടുത്തു. 8 5s are 40 കിട്ടി. 43-ന്ന് 40 പോയി കഴിഞ്ഞാൽ ബാലൻസ് 3. ഇത്ര തന്നെ കഴിഞ്ഞു പരിപാടി. ഓക്കെ. ഇനി 9th ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ദിയ ക്ലിയർ ആണോ? ദിയ
9th question 77/3. ഇത് 3ന്റെ ടേബിൾ 20 വരെ പഠിച്ചാലും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അല്ലേ. 3 സാർ 60 അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അതിനേക്കാളും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. സോ 77 380. ആദ്യം 7ൽ എത്ര 3 ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. 680 മൈനസ് ചെയ്താൽ 1. ഈ 7നെ താഴെ ഇറക്കി. 17 എത്ര 3 ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. 5 3s are 15. മൈനസ് ചെയ്യുമ്പോൾ 2 ആണ് ബാലൻസ് വരുന്നത്. നമ്മൾ എങ്ങനെ എഴുതണം? 25 ആദ്യം എഴുതി കൊടുക്കുക. ഈ പറയുന്ന ഡിവൈസറിനെ എഴുതി കൊടുക്കുക. റിമൈൻഡർ 2 കഴിഞ്ഞു. അപ്പോൾ 10 ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടുണ്ട്. എഴുതിയെടുക്കാത്തവരെ എഴുതിയെടുക്കുക. കിഷാൻ, അവന്തിക, ദിയ 3 പേർക്ക് മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഫ്രാക്ഷൻ 3 ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലന്റ് ഫ്രാക്ഷൻ. ഈക്വലന്റ് ഫ്രാക്ഷൻ എഴുതിയെടുത്തോളൂ കേട്ടോ. ഈക്വലന്റ് ഫ്രാക്ഷൻ. ഈക്വലന്റ് ഫ്രാക്ഷൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഫ്രാക്ഷൻ പറഞ്ഞാൽ താഴെ ഒരു നമ്പർ ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഫ്രാക്ഷനിൽ? ഇല്ല അല്ലേ. പഠിച്ചിട്ടുണ്ടോ? നോ. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 3/5 എന്ന് എഴുതുന്നു. ഓക്കെ. ഇതും 6/10ഉം ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്ന് അറിയണം നമുക്ക്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ പറയുന്ന 3ക്കും 5ക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഇല്ല. നമ്മളിങ്ങനെ കോമൺ ആയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിളിൻ്റെ ആ കാര്യമാണ് പറയുന്നത്. അതെ, ഈ 6 10 ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏത് നമ്പർ എന്ന് വെച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6ൽ 2 3 തവണയുണ്ട്. 10ൽ 2 എത്ര തവണയുണ്ട്? 5 തവണയുണ്ട്. വേണമെങ്കിൽ വീണ്ടും പറയാം. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് വീണ്ടും പറയാം. ഈ 3/5നെ നമുക്ക് കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പോൾ ആദ്യം നമുക്ക് 1 കൊണ്ട് എല്ലാമേ പറ്റും. 3ലും 1 ഉണ്ട്. 3ൽ 3 ടൈംസ് 1 ഉണ്ട്. 5ൽ 5 ടൈംസ് 1 ഉണ്ട്. പക്ഷേ 1 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് വരണമെങ്കിൽ 2ൻ്റെ ടേബിൾ എടുക്കുക. ജസ്റ്റ് 2ൻ്റെ ടേബിൾ എടുക്കുക. ഈ 3 എന്ന് പറഞ്ഞത് 2ൻ്റെ ടേബിളിൽ വരുമോ? ജസ്റ്റ് നോക്കൂ. 1 2s are 2, 2 2s are 4 അല്ലേ. 3 വരുന്നുണ്ടോ ഇതിൽ? ഇവിടെ വരുന്നില്ല, ഇവിടെയും വരുന്നില്ല. 3 വരുന്നുണ്ടോ? 3 വരുമോ? ഇല്ല. മൾട്ടിപ്പിൾ അല്ല. 2ന് മൾട്ടിപ്പിൾ അല്ല 3. 5 വരുമോ? 5 മൾട്ടിപ്പിൾ ആയിട്ട് വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അടുത്ത നമ്പർ 3 ആണ്. 3 കൊണ്ട് പറ്റുവാണെങ്കിൽ 3 മാത്രം പോവും, പക്ഷെ 5 പോവില്ല. കോമൺ ആയിട്ട് രണ്ടും കട്ടായി പോകുന്ന രീതിയിൽ വരണം. ഇനി അടുത്തത് 4 തീർച്ചയായിട്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ 4 3നേക്കാളും വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിൽ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 3/5ഉം 6/10ഉം ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 6/10 എടുക്കുക. 6/10 എടുക്കുമ്പോൾ 1ൻ്റെ ടേബിൾ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമ്പർ 2ൻ്റെ ടേബിളാണ് എടുത്ത് നോക്കുന്നത്. 6ൽ 2 എത്ര തവണയുണ്ട്? 6ൽ 2 എത്ര തവണയുണ്ട്? പറയൂ കിഷാൻ, പറയൂ. 6ൽ 2 എത്ര തവണയുണ്ട്? 3 ടൈംസ് ഉണ്ട്. ആ 3 ടൈംസ് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി 10 നോക്കൂ. 4 2s are 8, 5 2s are 10. ഇനി പറയൂ 10ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 10ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇവിടെ 5 എഴുതി കൊടുക്കുക. ഓക്കെ. സോ ഇനി 3/5ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ എഴുതുക. അപ്പോൾ നമ്മൾ ഇതിനെ കോമൺ ആയിട്ടുള്ള നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഫോം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന്. ക്ലിയർ? 3ൻ്റെ മൾട്ടിപ്പിള് 3ൻ്റെ മൾട്ടിപ്പിള് ഇവിടെ
2 കൊണ്ട് മൾട്ടിപ്പിൾ 3നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അതേപോലെ 5നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ഇങ്ങനെ വരണം. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. വീണ്ടും ഞാൻ പറയാം. 30/50 എന്ന് ഞാൻ എഴുതുന്നു. ഇതും 3/5 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് അറിയണം. വീണ്ടും ഞാൻ പറയണു, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസ് എന്തൊക്കെയാണ് നമ്പേഴ്സ് കോമൺ ആയിട്ട് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ആദ്യം ഞാൻ 2 കൊണ്ട് ചെയ്യുന്നു. ഇത് വീണ്ടും അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലാസ്റ്റ് നമ്പർ 0, 2, 4, 6, 8 അങ്ങനത്തെ ഈവൻ നമ്പർ ആയിട്ട് ഉണ്ടാവണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 0 ആണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇത് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30ൽ 2 എത്ര തവണയുണ്ട് പറയൂ? 2ൻ്റെ ടേബിൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ 30ൽ 2 എത്ര തവണയുണ്ട് പറയൂ? 15 ടൈംസ് ഉണ്ട്. സോ ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചു തരാം കേട്ടോ. 15 ടൈംസ് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 30 കിട്ടും. ഇനി അതേപോലെ എനിക്ക് 2 കൊണ്ട് തന്നെ ഒരു നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 50 കിട്ടും. അപ്പോൾ ഈ നമ്പർ എത്രയായിരിക്കും? ജസ്റ്റ് 50നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പം എത്ര വരും? 25. യെസ്, കറക്റ്റ്, 25. സോ 30നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 15 കിട്ടി. 50നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ടേം എന്താണ് വരുന്നത്? 2 ആണ്. സോ 50നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 25 കിട്ടി. ഇനി 15 എന്ന് പറയണത് 5ൻ്റെ ടേബിളിലുണ്ട്, 25 പറയണതും 5ൻ്റെ ടേബിളിലുണ്ട്. 15 പറയണത് 5ൻ്റെ ടേബിളിൽ 3 തവണയുണ്ട്, 25 പറയണത് 5ൻ്റെ ടേബിളിൽ 5 തവണയുണ്ട്. വീണ്ടും നമുക്ക് ഇതേ ഫ്രാക്ഷൻ കിട്ടിയില്ലേ? 3/5 തന്നെ കിട്ടിയില്ലേ? സോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈക്വലന്റ് ഫ്രാക്ഷൻ. ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതേപോലെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കൂ. എഴുതിയെടുത്താ? ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ എങ്ങനെ വരും എന്ന് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, 2/4 എന്ന് ഞാൻ എഴുതുന്നു. ഇവിടെ നോക്കൂ, 1/2. ഇത് ഈക്വലന്റ് ഫ്രാക്ഷനാണ്. എങ്ങനെയാണെന്ന് പറയാം. ഈ 2ൽ 2 ഒരു തവണയുണ്ട്, 4ൽ 2 തവണയുണ്ട്. കണ്ട 1/2 തന്നെ തിരിച്ച് കിട്ടിയില്ലേ? വീണ്ടും ഞാൻ എഴുതാം. 3/6. 3ൽ 3 ഒരു തവണയുണ്ട്, 3ൽ 6 2 തവണയുണ്ട്. ഇനി 4/8. നോക്കൂ, 4ൽ 4 ഒരു തവണയുണ്ട്, 8ൽ 4 2 തവണയുണ്ട്. സോ 1/2ൻ്റെ ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/4, 3/6, 4/8, 5/10, 6/12, 7 എത്ര വരും? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? 7 എത്ര വരാം? 14. സൂപ്പർ. 8 എഴുതി കഴിഞ്ഞാൽ ഇവിടെ എത്ര വരണം? 16. എങ്ങനെയാണ് കിഷാൻ പറഞ്ഞതെന്നറിയോ? 1 2s ആണ് 2 അല്ലേ? നോക്കൂ, 2 2s 4, 3 2s 6, 4 2s താഴെ നോക്കൂ 8, 5 2s 10, 6 2s 12. അങ്ങനെയാണ് ഈ പറഞ്ഞ കിഷാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ദിയ പറയൂ, 9 2s എത്ര വരും? 9 2s 9 2 എത്രയാ ദിയ? 18. ആ 18 താഴെ എഴുതി കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇതൊക്കെ ഈക്വലന്റ് ഫ്രാക്ഷനാണ്.
മൂന്നില് 3 ഒരു തവണ, 6 3 2 തവണ, 4 ഒരു തവണ, 8 4 2 തവണ. അപ്പോൾ കണ്ട 1/2 1/2 എല്ലാറ്റിലും 1/2 വരും. നോക്കൂ, 6 ഒരു തവണ, 12 6 2 തവണ, 7 ഒരു തവണ, 14 7 2 തവണ അല്ലേ? കറക്റ്റ് 1/2 1/2 എന്ന് വരുന്നില്ലേ? സോ ഇതാണ് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, 10/15 ഓക്കെ 2/3 ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ സോൾവ് ചെയ്ത് പറയണം. എങ്ങനെ ചെയ്യും? എനി ഐഡിയ? 10/15 2/3 ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? ആണോ അല്ലേന്ന് മാത്രം പറഞ്ഞാൽ മതി. ആണ്. കിഷാൻ ആണെന്ന് പറയുന്നു. അവന്തിക ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. 10ഉം 15 വരുന്ന ടേബിൾ ഏതാ? 10 വരുന്നതും 15 വരുന്നതും ടേബിൾ ഏത് ടേബിളിലാണ് വരിക? 5. യെസ്, സൂപ്പർ അവന്തിക. സോ 10 5 വന്ന് 10ൽ എത്ര തവണയുണ്ട്? ടേബിൾ പറഞ്ഞു നോക്കൂ, 5ന്റെ ടേബിൾ പറഞ്ഞു നോക്കൂ. അപ്പം കൃത്യമായിട്ട് കിട്ടും. 1 5s are 5, 2 5s are 10. അപ്പം ഞാൻ 5 അല്ല ഇവിടെ എഴുതേണ്ടത്, ഇവിടെ 2 എഴുതുന്നു. ഇനി 15ൽ 5 എത്ര ടൈംസ് ഉണ്ട്? വീണ്ടും പറഞ്ഞു നോക്കുക. 1 5s are 5, 2 5s are 10, 3 5s are 15. 3 മാത്രം എഴുതും. യെസ്, കറക്റ്റ്. ഇപ്പം കണ്ട 2/3 ഇവിടെയും വന്നു, ഇവിടെയും വന്നു. ഇനി ദിയയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ദിയ, ആർ യു റെഡി? 6/18 ട്ടാ. 6ഉം 18 ഒക്കെ ഏതിന്റെ ടേബിളിലാണ് വരിക? 6ന്റെ ടേബിളിൽ വരും. 6ന്റെ ടേബിളിൽ എത്ര തവണ വരും? ഒരു തവണ വരും. 18ല് 6 എത്ര തവണ വരും? 3 തവണ. സോ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഓഫ് ആക്കൂ ദിയ. ഞാൻ ചോദിക്കുകയാണ്, 6/18ഉം 2/3ഉം ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ദിയ കേൾക്കുന്നുണ്ടോ? 6/18 ക്വസ്റ്റ്യൻ ഇതാണ്. 6/18ഉം 2/3ഉം ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ആണോ അല്ലേ? സേ യെസ് ഓർ നോ. യെസ് ആണോ? ഇവിടെ 1 അല്ലേ വന്നിരിക്കുന്നത്, ഇവിടെ 2 അല്ലേ? അപ്പൊ ഈക്വലന്റ് ആവോ? ഇവിടെയും 2 വന്നാൽ മാത്രമല്ലേ ഈക്വലന്റ് ആവുള്ളൂ. അപ്പൊ ഇത് നോ ആണ് അല്ലേ? ഈക്വലന്റ് ഫ്രാക്ഷൻ അല്ല. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് ആൻസേഴ്സ് പറയേണ്ടത് കേട്ടോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 5/18ഉം 6/18ഉം ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്നുള്ളത് പറയണം. അങ്ങനെ പറയണ മുന്നിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കോമൺ ആയിട്ട് ഡിവൈഡായി പോകുന്ന നമ്പർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. 5ഉം 18ഉം അങ്ങനെ കോമൺ ആയിട്ട് ഡിവൈഡായി പോകുന്ന നമ്പർ ഉണ്ടോ? 5ലും 18ലും ഉണ്ടോ? ഇല്ല. ഇവിടെയോ 6ൽ 18ൽ ഉണ്ട്, 1/3 എന്ന് വരും. പക്ഷേ 5/18ൽ കോമൺ ടേം ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഓക്കെ, ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. ഇത് രണ്ടും ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ? ആണോ കിഷാൻ? ഈക്വലൻറ്റ് ഫ്രാക്ഷൻ അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/3 ഇനി കോമൺ ആയിട്ട് എടുക്കാൻ ഒന്നുമില്ല. 7 നോക്കുക, ഇത് രണ്ടും ഡിവൈഡായി പോവോ? യെസ്, ഡിവൈഡായി പോവും. 7ന്റെ ടേബിളിൽ 7 ഒരു തവണയുണ്ട്. 21 7ന്റെ ടേബിളിൽ 3 ടൈംസ് വരും അല്ലേ?
7 7 ഒരു തവണ ഉണ്ട്. 21 7 കോമൺ ആയിട്ട് നോക്കുമ്പോൾ 7ഉം 21ഉം 7ന്റെ ടേബിളിലാണ് വരിക. അപ്പോൾ 7ന്റെ ടേബിളിൽ 7 എത്ര തവണ വരും? ഒരു തവണ വരും. 21 എത്ര തവണ വരും? 3 തവണ വരും. അപ്പോൾ ഈക്വലന്റ് ആയി കിട്ടിയില്ലേ? ഇവിടെയും 1/3 ഇവിടെയും 1/3. സോ ഈക്വലന്റ് ആണ്. ഈക്വലന്റ് ആണ്. ഇങ്ങനെ ഈക്വൽ സിമ്പൽ അല്ല, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. രണ്ടും ഈക്വൽ ആണ്. ആ യെസ്, ഈക്വലന്റ് ആണ്. ഓക്കെ, മനസ്സിലായ? ഇനി അടുത്തത് ഒന്നുകൂടി. 5/10ഉം 1/2ഉം ഈക്വലന്റ് ആണോ? ആണ്. ആണ്. 5ന്റെ ടേബിളിൽ 5 ഒരു തവണയുണ്ട്, 5ന്റെ ടേബിളിൽ 10 2 തവണയുണ്ട്. അപ്പോൾ 1/2 1/2 കിട്ടി. ഇതാണ്. ഇനി അടുത്തത് 3/18ഉം 1/6ഉം ഈക്വലന്റ് ആണോ? ആണ്. ആണ്. സൂപ്പർ. സോ 3 വന്ന് 3ന്റെ ടേബിളിൽ ഒരു തവണയുണ്ട്, 18 3ന്റെ ടേബിളിൽ 6 ടൈംസ് ഉണ്ട്. ഇനി അടുത്തത് 2/7ഉം ഓക്കെ 2/7ഉം 14/49ഉം ആണോ? അല്ല. ഒന്നുകൂടി ചിന്തിച്ചു പറയൂ കിഷാൻ. അല്ല. കിഷാൻ ആണെന്ന് പറയുന്നു. ദിയ പറയൂ. ദിയക്ക് മനസ്സിലാവുന്നുണ്ടോ? ആണ്. 14ഉം 49ഉം ഏതിന്റെ ടേബിളാ വരിക? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? 1 തൊട്ട് 10 വരെ ഇന്ന് തന്നെ പഠിച്ചെടുക്കണം കേട്ടോ. ടേബിള് 1 തൊട്ട് 10 വരെയുള്ള ടേബിള് ഇന്ന് തന്നെ പഠിച്ചെടുക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഓരോരോ ദിവസം 2 ടേബിൾ വെച്ച് പഠിക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് പഠിച്ചെടുക്കുക. ഫാസ്റ്റായിട്ട് തന്നെ 1 തൊട്ട് 10 വരെ പഠിച്ചെടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യാനായിട്ടേ ഒരുപാട് സമയമെടുക്കും. അത് കാരണം ഇന്ന് ഫ്രീ ആണല്ലോ, നിങ്ങൾക്ക് വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇന്ന് തന്നെ പഠിച്ചെടുക്കുക, ടേബിൾ മൊത്തം പഠിച്ചെടുക്കുക കേട്ടോ. സോ 14ഉം 49ഉം വരുന്ന ടേബിൾ 7ന്റെ ടേബിളാണ്. സോ 14 7 എത്ര തവണയുണ്ട്? 14 7 7 തവണയുണ്ട്. 49 7 7 തവണയുണ്ട്. വീണ്ടും എനിക്ക് എന്ത് തന്നെ കിട്ടി? 2/7 കിട്ടി. സോ ഇത് ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്. ഇനി അടുത്ത നമ്പർ 3/7 24/56 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ? ആണ്. ശരി, ദിയ പറയൂ. ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ? 24ഉം 56ഉം ഏതിന്റെ ടേബിളിലാണ് വരിക? രണ്ടും വരണം. അങ്ങനെ ഏത് ടേബിൾ ഉണ്ട്? നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. 2ന്റെ ടേബിളിൽ 24ഉം വരും 56ഉം വരും. ജസ്റ്റ് 2ന്റെ ടേബിൾ വെച്ച് ചെയ്തോ. 24 എപ്പോഴാണ് വരിക? 12 × 2 ആണ് 24. 56 എപ്പോഴാണ് വരിക? പറയൂ. 8ന്റെ ടേബിളിൽ 2 വരും. യെസ് വരും. സോ 24 8 എത്ര തവണയുണ്ട്? 3 ടൈംസ് ഉണ്ട്. ഇതിലോ 7 ടൈംസ് ഉണ്ട്. അപ്പോൾ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ? എസ്, ഈക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഞാൻ അടുത്തത് 5/3. ഓക്കെ, 5/3 ഇവിടെ വരുന്നത് വന്നിട്ട് 25/50 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ? ആണ്. ഇത് രണ്ടും 25ഉം 15ഉം ഒക്കെ ഏതിന്റെ ടേബിളിലാണ് വരുന്നത്? 5ന്റെ ടേബിളിൽ. 25 5 എത്ര തവണയുണ്ട്? 25ൽ 5 എത്ര തവണയുണ്ട്? 5 ടൈംസ് ഉണ്ട്. 15ൽ 5 3 തവണയുണ്ട്. സോ 5/3 5/3 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഇനി 1/7 6/42 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ? 6ഉം 42ഉം ഏതിന്റെ ടേബിളിലാണ് വരിക? 6ന്റെ ടേബിൾ. സൂപ്പർ. 6ൽ 6 ഒരു തവണയുണ്ട്, 42ൽ 6 7 തവണയുണ്ട്. സോ 1/7 ഈക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് 2/3 6/9 6ഉം 9ഉം ഏതിന്റെ ടേബിളിലാണ് വരിക?
അവന്തിക പറയൂ, 6ഉം 9ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3-ന്റെ. യെസ്, കറക്റ്റ്. 6ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 2. 2 ടൈംസ്. 9ൽ 3? 3 ടൈംസ്. അപ്പോൾ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ? ആണ്. ഗുഡ്. ഇത്ര തന്നെ ഉള്ളൂ. ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. ഈക്വലന്റ് ഫ്രാക്ഷൻ ആവാത്തത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിലും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് തരും. ഈക്വലന്റ് ഫ്രാക്ഷൻ അതേപോലെ ഇന്നലത്തെ പോലെ പ്രോപ്പർ ഏതാണ് ഇംപ്രോപ്പർ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസും, പിന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനുള്ള ക്വസ്റ്റ്യൻസും, അതേപോലെ ഈക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ അല്ലേ എന്ന് തെളിയിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്ന് ഹോംവർക്ക് തരുന്നതാണ്. അത് നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അയക്കാൻ നോക്കുക കേട്ടോ. അപ്പം ഞാൻ സമയം കിട്ടുമ്പോൾ അത് കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിനുള്ളിൽ അത് ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുത്ത് പോവാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കുറേ പഠിക്കാനുണ്ട് കേട്ടോ മാത്സിൽ. നമുക്ക് മെൻ്റൽ എബിലിറ്റി കുറച്ച് വേഗത്തിൽ കംപ്ലീറ്റ് ആയി പോകും. പക്ഷേ ഈ മാത്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. അപ്പോൾ നമ്മൾ കുറേ മനസ്സിലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഹോംവർക്ക് ചെയ്താൽ മാത്രമേ അത് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ബൈ എല്ലാവർക്കും.